എന്തായാലും നമുക്ക് വാത്സല്യത്തിൽ ആ ഒരു നല്ല രംഗം കണ്ടിട്ട് തിരിച്ചു വന്നാലോ? നീ ഉറങ്ങിയില്ലേ? ഇല്ല. ഇന്ന് മുകുന്ദൻ വന്നിരുന്നു. അറിഞ്ഞു, അമ്മ പറഞ്ഞു. അടുത്ത ആഴ്ച അവന്റെ അമ്മാമയും കൂട്ടി വരാന്നാ പറഞ്ഞേ. അത് വൈകണ്ടങ്ങൾ നടത്താല്ലേ? അതെ. ഞാൻ ആലോചിക്കുക, എല്ലാം കൂടെ ഒന്നിച്ചായാലോന്ന്. ചെലവ് മാത്രല്ല, ബന്ധപ്പാടും കുറയും. വിളിച്ചു നോക്കണേ എന്തിനാ? നിന്റെ കല്യാണത്തിന്റെ കാര്യമായി പറയണേ. ഉവ്വ്, മനസ്സിലായി. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കാൻ. ഇനിയിപ്പോ എന്താ ചോദിക്കാൻ അല്ലേ? അമ്മ വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. രാമൻകുട്ടി മേനോൻ സാറ് ഏട്ടനോടൊന്നും അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല, ഏട്ടനും വിരോധമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും കല്യാണം എന്നൊക്കെ പറയണത് നമ്മള് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ. ഏട്ടനോട് ആലോചിക്കണമെന്ന് തന്നെ ഞാൻ മേനോൻ സാറിനോടും പറഞ്ഞത്. ഞാൻ എന്റെ ഭാഗ്യാന്ന് എല്ലാരും പറയണേ. അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിന്റെ മോളെ എനിക്ക്, അതും നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധ. നീ എന്ത് നന്ദികേടാടാ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞൊരു പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട. നമുക്ക് ആ പണവും പ്രതാപവും ഒന്നും വേണ്ട മോനെ. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ എന്റെ ലൈഫിന്റെ പ്രശ്ന. ഏട്ടൻ അത് ആലോചിക്കണം. ലൈഫ്, ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെയും വസ്തു വിറ്റ പണമില്ലായിരുന്നെങ്കിൽ ഞാനും നീയൊന്നും ഈ സ്ഥാനത്തില്ല. എന്ത് കൊടുത്ത് വീട്ടൂടാ ആ കടം? ആ കടമയും കടപ്പാടും ഒന്നും മറക്കരുത്. അത് മറക്കൊന്നുമില്ല. എന്ന് വെച്ച് എന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? പണ്ട് ചെറുപ്പത്തില് കളിയായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നുമില്ലല്ലോ. വാക്കില്ല. എന്തിനാടാ വാക്ക്? എനിക്കും നിനക്കും അമ്മയ്ക്കും ഈ വീട്ടിലും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ അവിടെ നിനക്ക് വേണ്ടിയാ ജീവിക്കണമെന്ന്. പിന്നെ അതിനിപ്പോ വാക്കുടമ്പടിയൊക്കെ വേണം. ശരിയായിരിക്കാം, ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലോ ആകാന്ന് പറഞ്ഞ എനിക്ക് കിട്ടണ നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയാവോ? മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു തരാനുള്ളതാ. പണ്ടെന്നോ കുറച്ച് കാശ് തന്നെന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നിന്റെ ലൈഫിന്റെ പ്രശ്നം. എനിക്ക് മേനോൻ സാറിന്റെ മോളുമായിട്ടുള്ള ബന്ധം ഇഷ്ടം. ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം. എന്റെ പട്ടി വരും. എടാ, മേലേടത്ത് രാഘവൻ നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്റെ നെഞ്ചിൽ പിടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ ധിക്കരിക്കാൻ ഞാൻ പിന്നെ ഈ കുടുംബത്തെ കയറ്റില്ല. ഓർത്തോ? ആ കേട്ടോ അമ്മേ? അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? കുട്ടിയായിരുന്നു എന്നെ അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാന്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാമ്മേ? രാഘവ, അവൻ പറയുന്നതിലും കാര്യല്ലേ? നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? അമ്മേ, പണ്ട് ഇതുപോലൊരു രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി 4 മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവാന്ന്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ, എന്റെ വിജയന്റെ പെണ്ണാ നീന്ന്. മറക്കരുതമ്മേ അതൊന്നും. വന്നെങ്കിലും എന്റെ ഉള്ളിൽ നിറയെ സങ്കടമായിരുന്നു മക്കളെ. കരയിപ്പിച്ച് കളഞ്ഞത് നിങ്ങൾ എല്ലാരും കൂടെ. പണ്ടേ ഈ സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഒത്തിരി കരഞ്ഞതാണ്. വാത്സല്യത്തിലെ മമ്മൂക്കനെ കണ്ടിട്ട് അതിലെ പാട്ട് പോലും ഞാൻ ഇപ്പോഴും കാണില്ല. കാരണം എനിക്ക് അത് എപ്പോ കണ്ടാലും കരഞ്ഞു പോകും. ഞാൻ മണിക്കൂട്ടനോട് ചോദിക്കാം, കരഞ്ഞോ? നിത്യയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അത് ശരി. ഞാൻ മണിക്കൂട്ടനോട് കർച്ചീഫ് ചോദിച്ചോണ്ടിരിക്കുന്നു, ആളടുത്തില്ല. എന്റെ ഷർട്ട് ഊരി തരാം. പിള്ളേരുടെ ഷർട്ട് ഊരി എന്താ പ്രശ്നം? അകത്ത് ബനിയനുണ്ട്. ഷർട്ടല്ല, അത് ജാക്കറ്റ് ആണ്. അതെ അതെ. നമുക്ക് പിള്ളേരുടെ പെർഫോമൻസിലേക്ക് വരാം. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ? ഇവരെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ബുക്ക് താഴേക്ക് വീണില്ലേ? അപ്പം ആൾക്ക് സിദ്ദിഖ് ചേട്ടനായിട്ട് അഭിനയിച്ച ആൾക്ക് അത് എടുക്കണം എന്നുണ്ട് അവന്.
പക്ഷെ പിന്നെ അവന് വിചാരിച്ചു വേണ്ട എടുക്കണ്ട, ഇനി അത് ആ ഒരു ടൈമിംഗ് പോണ്ടെന്ന് വെച്ചാൽ അവൻ എടുക്കാണ്ട് പോയി. പക്ഷെ മറ്റേ ആള് വന്നിട്ട് ഒരു ബുക്ക് എടുത്തു. അപ്പൊ അവന് മറ്റേത് അങ്ങോട്ട് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. അവൻ ഇരുന്നു, അവൻ രണ്ടാമത്. അതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്തതല്ലേ? അവനല്ല, ഇത് വീണ്ടും നമ്മുടെ നക്ഷത്രയാണ്. സിദ്ദിഖായിട്ട് വീണ്ടും അഭിനയിച്ച് നമ്മളെ ഞങ്ങളെ പറ്റിക്കുന്നേ. അടിപൊളി. കാരണം നമ്മൾ ഇത്രയും ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന തമാശയും അങ്ങനത്തെ കുറെ ഒരു സിറ്റുവേഷനിൽ ഒരു സെന്റിമെന്റൽ സീൻ ഒക്കെ കാണുമ്പോ ഒരു വേറെ ഫീലാണ്. പക്ഷെ നിങ്ങൾ എല്ലാരും അടിപൊളിയായിരുന്നു. ഒരാൾ ഒന്നൊന്നും മെച്ചമായിരുന്നു. ശീലാമ്മ പറയുന്ന പോലെ അടിപൊളി പൊളി പൊപ്പൊളി. ടാലൻസ് തമ്മിൽ നിൽക്കുമ്പോഴത്തേനും ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. അതെ, ഞങ്ങൾ എല്ലാരും കൂടെ നിൽക്കുമ്പോ അയ്യോ, അതിനെ അങ്ങോട്ട് മാറ്റി മൂന്നുപേരും അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. അത് നമ്മുടെ ഈ ഓഡിയൻസിന് കിട്ടുന്ന ഒരു എനർജിയാണ്. കാരണം ഓഡിയൻസ് കിട്ടുന്ന ഒരു നല്ലൊരു ദൃശ്യ വിസ്മയമായിരിക്കും. ഈ സിനിമ ഈ പറയുന്ന പോലെ ഏറ്റവും ഗംഭീര സീനാണ്. ആ സീനിനെ നിങ്ങളിത് ഇവിടെ വന്നത് ചെയ്ത സമയത്ത് 100% ആത്മാർത്ഥ. കാരണം ഇതൊരു ജഡ്ജ്മെന്റ് അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒബ്സർവേഷൻ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അത്താഴം കഴിച്ചിട്ട് വരുന്ന മമ്മൂക്ക ആണ് ഈ പറഞ്ഞ പോലെ സിദ്ദിഖായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ആ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പല്ലിന്റെ ഇടയിൽ നിങ്ങൾക്ക് എടുത്ത് കളഞ്ഞിട്ട് എന്നിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആ സീനിനെ നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ച് നിങ്ങൾ 3 പേര് എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആണ്. നിങ്ങൾ 2 പേരും പക്ഷെ കട്ടയ്ക്ക് ആ സീന് പെർഫോം ചെയ്തു. നമ്മളെ സിനിമ വിട്ടിട്ട് നിങ്ങൾ നിന്ന് പെർഫോം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പക്ഷെ അതൊരു പെൺകുട്ടിയാണ് ആൺകുട്ടിയായിട്ട് ചെയ്തത്. മാത്രമല്ല ഇവര് ഈ പ്രായം വെച്ചിട്ട് ഇവര് പറയുന്ന കാര്യങ്ങളില്ലേ, അതായത് കല്യാണം കഴിക്കണം, അത് ആ ഒരു ഏജിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അവർ ആ ഇമോഷൻസ് കൊണ്ടുവരുമ്പോഴത്തേന് ഞാനൊക്കെ നിങ്ങളിൽ നിന്ന് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സംഭവം. അത് വളരെ സത്യമാണ്. അവൻ നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് ആ മമ്മൂക്കയുടെ ക്യാരക്ടറൊക്കെ ചെയ്തത്. ഗംഭീര മകളെ. ജീവിതം എപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങളിവിടെ അനുഭവിച്ചിട്ടാണ് നിങ്ങൾ അഭിനയിച്ചത്. നമുക്ക് മനസ്സിലാവണ പോലില്ല നിങ്ങൾ അത് അനുഭവിച്ചിട്ടില്ല ലൈഫിൽ എന്ന്. ഗംഭീരമായിരുന്നു മകളെ. അടിപൊളി. സൂപ്പർ. അപ്പൊ ശരി മക്കളെ, വിട്ടോളൂ. നമുക്ക് അടുത്ത പെർഫോമൻസിന്റെ ആൾക്കാരെ വിളിക്കാം സ്റ്റേജിലേക്ക്. അപ്പൊ താങ്ക് യു.